നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രദീപ് കുമാറിനെ നിയമിച്ചു. കോഴിക്കോട് നോർത്ത് മുൻ MLA ആണ് പ്രദീപ് കുമാർ. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കെ രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നത്. പാർട്ടി നിയോഗിച്ച എല്ലാ ചുമതലയും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രദീപ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന് സൂചന. ഈ വർഷം അവസാനം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും അതിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെയാണ് പുനഃസംഘടനയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നത്. കുറച്ചു നാളുകളായി ഇതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രദീപ് കുമാർ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടതോടെ പുനഃസംഘടനയെ കുറിച്ചുള്ള ചർച്ചയും സജീവമാവുകയാണ്. സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ പുതിയ നിയമം ഉണ്ടാവില്ലെന്ന കരുതലിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് നിയോഗിച്ചുകൊണ്ടുള്ള തീരുമാനം. MP ജോൺ ബ്രിട്ടാസിന് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം. പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങൾ തുറന്നുകാട്ടാൻ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രതിനിധി സംഘത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം ലഭിച്ചതായി CPM രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. സർക്കാർ നയതന്ത്ര നീക്കവുമായി സഹകരിക്കാനാണ് തീരുമാനം. ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇതേവരെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടുമില്ല. പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടത് അനിവാര്യമാണെന്നും ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രേഷ്മ തിരോധാന കേസിൽ 15 വർഷത്തിനു ശേഷം പ്രതി പിടിയിൽ. 2010 ആദിവാസി പെൺകുട്ടിയായ 17 വയസ്സുള്ള രേഷ്മയെ കാണാതാവുന്നത്. തുടർന്നാണ് പാണത്തൂർ ബാപ്പുക്കയം സ്വദേശി ബിജു പൗലൂസ് അറസ്റ്റിലാകുന്നത്. രേഷ്മയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയെന്നാണ് ബിജു നേരത്തെ മൊഴി നൽകിയത്. എങ്കിലും മൃതദേഹം ലഭിക്കാത്തതിനാൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഒരു എല്ലിന്റെ ഭാഗം ലഭിച്ചതിൽ നിന്നും നടത്തിയ DNA പരിശോധനയിൽ അത് രേഷ്മയുടേതാണെന്ന് തെളിഞ്ഞുവെന്ന് കുടുംബം അറിയിച്ചു. ക്രൈംബ്രാഞ്ച് കണ്ണൂർ SP പ്രജീഷ് തോട്ടത്തിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തിയത്. ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്പോൺസർക്കെന്ന് കായികമന്ത്രി അബ്ദുറഹ്മാൻ. മെസ്സിയെ കൊണ്ടുവരുന്നത് സർക്കാരല്ല, സ്പോൺസറാണെന്ന് മന്ത്രി പ്രതികരിച്ചു. മെസ്സിയെ കൊണ്ടുവരുമെന്ന് സ്പോൺസർഷിപ്പ് ഏറ്റ റിപ്പോർട്ടർ TVയുടെ MD പറഞ്ഞിരുന്നതായും പുറത്തുവന്ന വാർത്തകളെക്കുറിച്ച് തനിക്ക് കൂടുതലായി അറിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ കയ്യിൽ ഇത്രയധികം പണമില്ല, സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറിയെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുമില്ല. കരാറുണ്ടാക്കിയത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായിട്ടാണെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. എന്നാൽ ഈ വിവാദങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രു അഗസ്റ്റിൻ. മെസ്സി കേരളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും AFAയുടെ മറുപടി ലഭിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ എല്ലാം റിപ്പോർട്ടർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. ED രജിസ്റ്റർ ചെയ്ത കേസ് ഒഴിവാക്കുന്നതിന് വ്യവസായിയിൽ നിന്നും 2 കോടി രൂപ ആവശ്യപ്പെട്ട കേസിൽ ED ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് കേസിലെ 1-ാം പ്രതി. കേസിൽ ഇന്നലെ 2 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെയായിരുന്നു വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ശേഖർ കുമാറും 2-ാം പ്രതി വിൻസനും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തൽ. കേസിൽ വിജിലൻസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ED ഉദ്യോഗസ്ഥന്റെ പേരുള്ളത്. മുക്കുപണ്ടം പണയം വെച്ചു തട്ടിപ്പ് നടത്തി അതിനുശേഷം താൻ മരിച്ചെന്ന് സ്വയം വാർത്ത പരത്തിയ യുവാവ് പോലീസിന്റെ പിടിയിൽ. കൊടൈക്കനാലിൽ ഒളിവിൽ കഴിയവെയാണ് ഗാന്ധിനഗർ പോലീസ് ഇയാളെ പിടികൂടുന്നത്. കുമാരനല്ലൂർ വാടകയ്ക്ക് താമസിച്ചിരുന്ന സജീവാണ് പിടിയിലായത്. ആധാർ കാർഡിൽ MR സജീവ് എന്നാണ് പേര്. എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലെ വിലാസമാണ് ഇയാൾ നൽകിയിരുന്നത്. എന്നാൽ വോട്ടർ ID കാർഡിൽ കുമാരനല്ലൂരിലെ വിലാസവും ഉണ്ടായിരുന്നു. കരിയറിൽ ആദ്യമായി 90 മീറ്റർ എന്ന സ്വപ്നദൂരം താണ്ടി ഇന്ത്യയുടെ ജാവ്ലിംഗ് ത്രോ സൂപ്പർ താരം നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗിലാണ് താരത്തിന്റെ സ്വപ്നക്കുതിപ്പ്. ജാവ്ലിന്റെ സൂപ്പർ താരങ്ങൾ അണിനിരുന്ന പോരാട്ടത്തിൽ നീരജ് 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഖത്തർ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിലാണ് ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ പോരാട്ടം നടന്നത്. തന്റെ 3-ാം ശ്രമത്തിലാണ് നീരജ് 90 മീറ്റർ കറമ്പ പിന്നിട്ടത്. ഈ ശ്രമത്തിൽ താരം 90.23 മീറ്റർ ദൂരത്തേക്ക് ജാവ്ലിൻ എറിഞ്ഞു. നീരജ് ആദ്യ ശ്രമത്തിൽ 88.44 മീറ്ററാണ് പിന്നിട്ടത്. 2-ാം ശ്രമം ഫൗളായിരുന്നു. 3-ാം ശ്രമത്തിലാണ് 90.23 എത്തിയത്. റാവൽപിണ്ടി നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് സമ്മതിച്ച് പാകിസ്ഥാൻ. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആക്രമണം നടത്തിയ വിവരം സൈനിക മേധാവിയാണ് തന്നെ അറിയിച്ചതെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അടച്ച ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരി വാഗ ബോർഡർ തുറന്നു. 23 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അട്ടാരി വാഗ ബോർഡർ തുറന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL പോരാട്ടങ്ങൾ ഇന്ന് തുടങ്ങും. 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് IPL ആവേശം ക്രീസിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടത്തോടെയാണ് മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത്. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക.